ഡൽഹി ജന്തർ മന്ദിറിൽ സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പാറ്റ പാർട്ടി സംഗമത്തിനായി ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ കേരളത്തിലും വ്യാപക പോസ്റ്റർ പ്രചാരണങ്ങൾ. രാഷ്ട്രവിരുദ്ധ ലക്ഷ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് പിന്നിലുള്ളവരെ നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ. കൊടും ഭീകരൻ അബ്ദുൽ നാസർ മദനിയുടെ ഭാര്യ സൂഫിയയുടെ അടുത്ത ബന്ധു ഇഷ മറിയം ഹാരിസിനാണ് കൂട്ടായ്മയുടെ കേരളത്തിലെ ഏകോപന ചുമതല. അപ്പോൾ ജിജീഷ് എത്തുണ്ടോ? ഗുഡ് മോർണിംഗ് ജിജീഷ് കരുണാകരൻ. അതായത് ഈ CJP വലിയ രീതിയിൽ ആക്ഷേപിക്കുന്നത് ബി ജെ പിയോട് അന്ധമായ സ്നേഹമുള്ളവരാണ് ഈ CJPക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ എതിരെ നിൽക്കുന്നവരെന്നാണ് പറയുന്നത്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, സംസ്ഥാനത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഈ CJPയെ പറ്റി കൃത്യമായി പഠിക്കുന്നുണ്ട്, കൃത്യമായി ഇവരെ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും കൊച്ചിയിൽ ചീറ്റിപ്പോയി ഇവരുടെ സമ്മേളനം, ജന്തർ മന്ദിറിൽ എന്താകും അവസ്ഥ? ഗുഡ് മോർണിംഗ് അച്യുതി, ഗുഡ് മോർണിംഗ് രാഗി. നമുക്കറിയാം ഈ CJP നേരത്തെ അച്യുതി വളരെ വിശദമായി പറഞ്ഞതുപോലെ തന്നെ ഒരു കുമിള പോലെ പൊട്ടി വന്നു. അതിന് യാതൊരു തരത്തിലുള്ള പിന്തുണയും, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഐക്യവും അഖണ്ഡതയും അനുസരിച്ച് ഇത്തരത്തിലുള്ള അന്തഃഛിദ്രങ്ങൾ വളർത്താൻ ശ്രമിക്കുന്ന അത് ഏത് ഗ്രൂപ്പുകളാണെങ്കിലും അതിനോടൊന്നും വലിയ ആഭിമുഖ്യം ആരും പുലർത്താറില്ല. അതുകൊണ്ട് തന്നെയാണ് മറ്റ് അയൽ രാജ്യങ്ങളിലെല്ലാം ഉണ്ടാകുന്ന പല കലാപങ്ങളും, യുവാക്കളുടെ അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും അതിൻ്റെ പേരിൽ നടക്കുന്ന കലാപങ്ങളും ഒന്നും തന്നെ രാജ്യത്ത് പെട്ടെന്ന് അടിച്ചമർത്താൻ കഴിയുന്നതും രാജ്യസ്നേഹം വലിയ തോതിൽ ഉയർത്തുകയും ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്ന യുവാക്കളാണ് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലും ഈ CJPയുടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. അച്ഛന് പറഞ്ഞ പോലെ അതങ്ങ് പാളിപ്പോയി. പൂർണ്ണമായും തന്നെ ഒരു മനുഷ്യൻ പോലും അവിടെ എത്താതെ തകർന്നു പോവുകയും ചെയ്തു. എന്നാൽ മറ്റൊരു സമ്മേളനം അവർ സംഗമം ആഹ്വാനം ചെയ്തിരിക്കുന്നു. അത് ഡൽഹിയിലാണ്, ശനിയാഴ്ച നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഒരു പാറ്റ പാർട്ടിയുടെ ദേശീയ തലത്തിൽ തന്നെയുള്ള ഒരു സമ്മേളനം എന്നും അതിൻ്റെ അഭിജിത്ത് അടക്കമുള്ള ദേശീയ നേതാക്കൾ വിദേശത്ത് നിന്ന് അവിടെ എത്തി അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നും എല്ലാം പ്രഖ്യാപിച്ചപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ എത്രമാത്രം കൊണ്ടുവരാൻ കഴിയുമെന്ന ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളം വീണ്ടും ഒരു ലക്ഷ്യ കേന്ദ്രമാക്കിയിരിക്കുന്നു. ഇവിടുന്ന് പരമാവധി ആളുകളെ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. എന്നാൽ ഡൽഹിയിലാണ് പരിപാടി നടക്കുന്നത്. ട്രെയിൻ യാത്ര നേരത്തെ തന്നെ ആരംഭിക്കണം. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ മുതൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ വലിയ തോതിലുള്ള നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ആരെങ്കിലും പോകുന്നുണ്ടോ, അത്തരത്തിൽ പോകുന്ന ആളുകളുടെ പശ്ചാത്തലം എന്താണ് എന്ന കാര്യങ്ങളിലെല്ലാമാണ് വിശദമായി തന്നെയുള്ള പരിശോധന. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇഷ മറിയം ഹാരിസ് എന്ന കൊടും ഭീരൻ അബ്ദുൽ നാസർ മദനിയുടെ ഭാര്യ സൂഫിയയുടെ അടുത്ത ബന്ധുവായ ഇഷയാണ് കേരളത്തിലെ ഇതിൻ്റെ എല്ലാം ഏകോപനം നടത്തുന്നത് എന്നതാണ് അതിലേറ്റവും പ്രധാനം. ഈ ഇഷയെ സംബന്ധിച്ചുള്ള പശ്ചാത്തലം അടക്കം ഏറ്റവും ആദ്യം ജനൻ TV ആയിരുന്നു പുറത്തുവിട്ടത്. ഈ ഒരു അബ്ദുൽ നാസർ മദനിയുമായുള്ള ബന്ധം കൃത്യമായി തന്നെ നമ്മൾ പുറത്തുവിട്ടു. ഇത്തരത്തിൽ ദുരൂഹ വ്യക്തിത്വങ്ങളുള്ള ആളുകളാണ് ഈ സംഘടനയ്ക്ക് പിന്നിൽ എന്ന് കൃത്യമായി തുറന്നു കാണിക്കാനും നമുക്ക് ആ ഒരു ഘട്ടത്തിൽ കഴിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷ തന്നെയാണ് ഇവിടെ ഈ ആളുകളെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന, കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അവിടെ ടെലിഗ്രാം ആപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്, ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയാണ് ഈ ഒരു പ്രചാരണം സംഘടിപ്പിക്കുന്നത്. കാരണം മറ്റ് വാട്സാപ്പ് ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിയന്ത്രണങ്ങൾക്ക് പരിധിയുണ്ട് ടെലിഗ്രാമിന്. അതിലേക്ക് എത്തിച്ചേരുന്നതിന് അന്വേഷണ വിഭാഗങ്ങൾക്കാണെങ്കിലും ഒരു ചെറിയ തടസ്സങ്ങളുണ്ട്. അതിൽ പെട്ടെന്ന് വലിയ വിവരങ്ങൾ ലഭ്യമാകുന്നതിന് സ്വാഭാവികമായും അവിടെയാണ് ശനിയാഴ്ച നടക്കുന്നത്. വലിയ സംഗമമാണ്, അവിടെ എത്തിച്ചേരണം. ഡൽഹി ജന്തർ മന്ദിറിൽ എത്തിച്ചേർന്നുകൊണ്ട് ആ കൂട്ടായ്മയുടെ ഭാഗമാകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ആഹ്വാനം നടത്തുന്നത് അതെല്ലാം ഈ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയാണ്. എങ്ങനെയാണ് കൊച്ചിയിൽ സംഘടിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തത്? കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നടത്താനിരുന്ന സമ്മേളനത്തിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടി എന്തെല്ലാം പ്രചാരണ പരിപാടികൾ നടത്തിയോ അതിന് സമാനമായ രീതിയിൽ, അതിനേക്കാൾ വലിയ, കാരണം അത് തീർത്തും പരാജയപ്പെട്ടു പോയ പശ്ചാത്തലത്തിൽ അതിനേക്കാൾ വലിയ ഒരു പ്രചാരണമാണ് നടത്താൻ ശ്രമിക്കുന്നത്. മാത്രമല്ല അവിടെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് അർബൻ മാവോയിസ്റ്റുകൾ അടക്കം ഇതിന് പിന്തുണ നൽകുന്നു എന്നതിൻ്റെ സൂചനകളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. കൊച്ചി കേന്ദ്രമാക്കിയെല്ലാം പ്രവർത്തിക്കുന്ന നിരവധി അർബൻ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. പലപ്പോഴും മാവോയിസ്റ്റുകൾക്കെതിരായ നടപടികൾ ശക്തമാക്കുമ്പോൾ പോലും ഈ അർബൻ മാവോയിസ്റ്റുകൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു പോകാറുണ്ട്. അവർ പൊതുസമക്ഷം വലിയ തോതിൽ പരിവേഷവുമായി നടക്കുന്നു. പലപ്പോഴും പല സമരങ്ങളുടെയും മുന്നണിയിൽ എത്തിച്ചേരുന്നു. എന്നാൽ പിന്നണിയിൽ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മാവോയിസ്റ്റ് ആശയങ്ങളെ പിന്താങ്ങുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും എന്നത് തന്നെയാണ്. അത്തരത്തിലുള്ള ആളുകൾ അടക്കം
അടക്കം ഈ ഒരു CJP എന്ന പാർട്ടിക്ക് അതിന് വലിയ പ്രചാരം നേടിക്കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരെല്ലാം പോയിട്ടുണ്ട് ഇതുവരെ ഡൽഹിയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി, ഇനി ആരെല്ലാം പോകാൻ തയ്യാറായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിരീക്ഷണമാണ് കേന്ദ്ര IB അടക്കം നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഈ സമ്മേളനത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ, രാജ്യവിരുദ്ധ ലക്ഷ്യങ്ങളോടെയുള്ള ഈ സമ്മേളനത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ കടുത്ത നിയമ നടപടിയിലേക്ക് തന്നെ, കാരണം അതിന്റെ പശ്ചാത്തലം അടക്കം പരിശോധിച്ച് കണ്ടെത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് തന്നെയായിരിക്കും കേന്ദ്ര സർക്കാർ നീങ്ങുക. ഒപ്പം തന്നെ ഈ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. ഒരു കാര്യം വ്യക്തമാണ്, വലിയ പ്രചാരണം ഇഷയുടെ നേതൃത്വത്തിൽ കേരളത്തിലും നടക്കുന്നുണ്ട്. കേരളത്തിലെ യുവാക്കളെ ലക്ഷ്യമിട്ടാണ് ഈ പ്രചരണം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.